ഹലോ ഗായ്സ്, എല്ലാവർക്കും അമ്പൂൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ആദ്യമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ കുറേ നാളായിട്ടായിരിക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന്. അങ്ങനെ ഒരു ചെറിയൊരു ചാനലായിട്ട് ഞങ്ങൾ ഇപ്പോൾ തുടങ്ങി. അപ്പോൾ അതിലെ ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പം ഇതിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് കുറച്ച് ആദ്യമായിട്ടൊക്കെ ആയതുകൊണ്ട് ഇതൊക്കെ തെറ്റുകളൊക്കെ കാണും, അതൊക്കെ ക്ഷമിക്കണം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പരമാവധി എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ എൻ്റെ വീട്ടിലാണ്, ഇപ്പോൾ ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ചോറിൻ്റെ കൂടെ കഴിയാൻ മീനൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കപ്പ ഇരിപ്പുണ്ടായിരുന്നു. അത് ഞങ്ങൾ കപ്പയെന്ന് വെച്ചാൽ ചീനി, അത് ഇരിപ്പുണ്ടായിരുന്നു. അത് ഞങ്ങൾ കഴുകി വൃത്തിയാക്കി വേവിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് അതായിരിക്കും. പിന്നെ കുറച്ച് ചോറുണ്ട്, പിന്നെ ഇന്നലത്തെ കറികളും ഉണ്ട്. കറികളായിട്ടില്ല, ഒരു തീയൽ മാത്രമുണ്ട്. അപ്പോൾ അതും കൂട്ടിയായിരിക്കും ഞങ്ങൾ ഇന്ന് ചോറുണ്ണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കപ്പ കഴുകിയെല്ലാം വൃത്തിയാക്കി നമ്മൾ വേവിക്കാനായിട്ട് ആദ്യം നമ്മൾ അടുപ്പിൽ വെച്ച് കത്തിച്ചിട്ടുണ്ട്. അടിപൊളി കപ്പയാണ്. പിന്നെ ഇതിപ്പം എൻ്റെ വീടാണ്. വീട് കാണിക്കാനൊന്നുമില്ല. എൻ്റെ വീടിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അടുത്തോട്ട് ഇടുന്നതാണ്. അപ്പം ഇപ്പം ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതേ ഉള്ളൂ. അതിൻ്റെ തെറ്റുകളൊക്കെ കാണും, നിങ്ങളതൊന്ന് ക്ഷമിക്കണം. അപ്പം എൻ്റെ ക്യാമറമാൻ എത്തിയിട്ടുണ്ട്. ക്യാമറമാൻ ഞാൻ കാണിച്ചു തരാം. വേറെ ആരുമല്ല, എൻ്റെ ചേട്ടൻ തന്നെയാണ്. ഇനിയുള്ള വീഡിയോകളിലൊക്കെ ഞങ്ങൾ പരമാവധി എഡിറ്റൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതൊക്കെ ഞങ്ങൾ ചെയ്യാം. ഇപ്പം തുടക്കമായതുകൊണ്ട് അതിനകത്തുള്ള തെറ്റുകൾ എന്തായാലും കാണും, ആർക്കായാലും കാണും. അപ്പം നമുക്കിനി കപ്പ വേവിക്കുന്നതിൻ്റെ ഉള്ള പരിപാടിയിലേക്ക് നമുക്ക് പോകാം. വരൂ. അപ്പോൾ ഗൈസ്, നമ്മുടെ കപ്പ വെള്ളമൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അടച്ചു വെച്ച് കൊടുക്കണം, എന്നാലേ അത് വെന്ത് വരൂ. അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. നല്ല ആവിയൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട്. ഇനി അത് ഒരു കുറച്ച് നേരം അത് വേവാൻ വേണ്ടി നമുക്ക് വെക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ കപ്പ വേവിക്കുന്നതും എല്ലാം പരിപാടിയും കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ഞാൻ എടുക്കാം. ഗൈസ്, നമ്മുടെ ചീനിക്ക് കുഴയ്ക്കാൻ വേണ്ടി ആവശ്യമുള്ള സാധനങ്ങളാണ് വെളുത്തുള്ളി, മുളക്, തേങ്ങ തിരുമിയത്, ജീരകം, മഞ്ഞൾപ്പൊടി, കരിയാപ്പില. അപ്പോൾ ഗൈസ്, നമുക്കിനി ഓരോന്നായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം വെളുത്തുള്ളി, അപ്പോൾ നമുക്ക് ഇനി പച്ചമുളക് ഇടാം. എന്നിട്ട് ഇത് രണ്ടും ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ അത് രണ്ടും അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയും കൂടി ഇട്ട് കൊടുക്കാം. ആദ്യം തേങ്ങയും ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങയ്ക്കകത്ത് മഞ്ഞൾപ്പൊടി ഉണ്ടായിരുന്നു, അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട്. ഓക്കെ, ഇതരക്കണ്ടേ? അപ്പോൾ ഒരു കുറച്ച് മുളക് പൊടിയും കൂടി ഇടുകയാണ്. ഓക്കെ, ഇത് അരയ്ക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരുപാടൊന്നും അരയ്ക്കേണ്ടത്, ചതച്ച് ഒരു പരുവത്തിയാക്കി എടുത്താൽ മതി. നമുക്ക് ഇനി ഇതിലേക്ക് കരിയാപ്പില ഇട്ട് കൊടുക്കാം. ഇത് കുഴയ്ക്കാം. അത് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചീനിയുടെ കണ്ടോളൂ, അടിപൊളിയായിട്ട് നമ്മുടെ ചീനി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിക്കാനുള്ള
ഒരു വീഡിയോ കാണിച്ചു തരാം. നമ്മുടെ ചീനി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോറുണ്ണാം. നമ്മൾ ചീനി അടിപൊളിയായിട്ട് കഴിക്കാൻ പോണേ. അതുപോലെ നമ്മുടെ പച്ചമുളകിൻ്റെയൊക്കെ വെളുത്തുള്ളിയുടെ രുചി അങ്ങോട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പം അതേപോലെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ കൂടെ നല്ല സൂപ്പറും മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഞങ്ങൾക്ക് മീൻ കിട്ടിയില്ല, അപ്പം ഞങ്ങൾ ഇന്നലത്തെ തീയൽ കറി ഉള്ളതുകൊണ്ട് അതുമായിട്ട് കഴിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം ബൈ ബൈ.